ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇങ്ങനെ ഒരു ലൈവ് വേണമെന്ന് തൃശ്ശൂർ ജില്ലാ ക്യാമ്പസ് വിങ് കൺവീനർ സ്വാലിഹ ആവശ്യപ്പെട്ട സമയത്ത് മനസ്സിൽ തോന്നിയൊരു പേരങ്ങ് പറഞ്ഞതാണ്, അറിയാനായി ആരായുക. ഇംഗ്ലീഷിൽ ദ മെത്തഡോളജി ഓഫ് ക്വസ്റ്റ്യനിങ് എന്ന് കൊടുക്കുകയും ചെയ്തു. പിന്നീടാണ് അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്, എന്താണ് പറയേണ്ടത്, എന്താണ് വിദ്യാർത്ഥികൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന്. അങ്ങനെ മനസ്സിലിങ്ങനെ പെട്ടെന്ന് ഖുർആനിലെ ഒരു ആയത്ത് ഓർമ്മ വന്നു. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്കറിയാത്ത വിഷയങ്ങൾ അറിവുള്ള ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കണം എന്നുള്ളത്. അപ്പോൾ ഈ വിഷയം അതുമായിട്ട് മാച്ച് ചെയ്യുന്ന പോലെ തോന്നി. അറിയാനായി ആരായുക എന്നതാണല്ലോ നമ്മുടെ വിഷയം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വിഷയം ആരംഭിക്കാൻ പോകുന്നത്, നമ്മുടെ ചുറ്റും ഒരുപാട് അറിവുകൾ നമുക്കുണ്ട്. മനുഷ്യൻ ഇന്നോളമുള്ള ജീവിതത്തിൽ അവൻ ആർജിച്ചെടുത്ത സകല അറിവുകളും നമുക്കിന്ന് നമ്മുടെ മുൻപിലുണ്ട്. അതിൽ പലതും കാലഘട്ടത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് വീണു പോയിട്ടുണ്ട്. പലതും അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു, പലതും മോഡിഫൈ ചെയ്യപ്പെട്ടു, പലതും ഡിലീറ്റ് ചെയ്യപ്പെട്ടു. ഒരുപാട് അഡീഷൻസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. മനുഷ്യന് ഈ അറിവ് മുഴുവനും സമ്പാദിക്കാനായത് ചില ചോദ്യങ്ങൾ അവൻ്റെ സ്വന്തത്തോട് ചോദിച്ചു തുടങ്ങിയത് മുതലാണ്. നമ്മുടെ മനസ്സിലെ സംശയങ്ങൾ, ഈ വിഷയം കേൾക്കുമ്പോൾ പലർക്കും തോന്നും, അതിപ്പോൾ പറയാനൊക്കെ ഉള്ളൊരു വിഷയമുണ്ടോ, നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ, മനസ്സിലെന്തെങ്കിലും സംശയം ഉണ്ടായാൽ അത് ചോദ്യമായിട്ട് പുറത്തു വരണം. അങ്ങനെ ആ ചോദ്യത്തിന് ഉത്തരം തേടിയുള്ള നമ്മുടെ അന്വേഷണത്തിൽ നമ്മൾ എത്തിച്ചേരുന്നതാണ് നമ്മുടെ അറിവ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ വിഷയം ഇങ്ങനെ തിരഞ്ഞെടുത്തതിൻ്റെ താല്പര്യം എന്താണെന്നുള്ളത് ഇൻഷാ അല്ലാഹ് വരുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പോൾ ഞാൻ ആരംഭിക്കുന്നത്, ഒരു ചെറിയ കുട്ടി സംസാരിക്കാൻ തുടങ്ങിയത് മുതൽ അവൻ്റെ അന്വേഷണം ആരംഭിക്കുന്നുണ്ട് എന്നാണ്. അല്ലെങ്കിൽ അതിനു മുൻപേ ആരംഭിക്കുന്നുണ്ട്. അവൻ സംസാരിക്കാൻ തുടങ്ങിയത് മുതലാണ് ആ അന്വേഷണം നമുക്ക് മനസ്സിലാവുന്നത്. കുട്ടി ആദ്യം നമ്മോട് ചോദിക്കുക, നമ്മളൊക്കെ കുട്ടികളായിരുന്നു, ചെറുപ്പത്തിൽ ചോദിച്ചിട്ടുണ്ടാവുക, ഇതെന്താണ് എന്നായിരിക്കും. നമ്മളെല്ലാവരും ചോദിക്കും, ഇതെന്താണ്, അതെന്താണ്. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കണം, ഇത് ബൾബാണ്, അത് ഫാനാണ് എന്ന്. വാട്ട് എന്ന ക്വസ്റ്റ്യനാണ് ഈ കുട്ടി ആദ്യം ചോദിച്ചു തുടങ്ങുന്നത്. കുറച്ചങ്ങ് കഴിയുന്ന സമയത്ത് ക്വസ്റ്റ്യൻ മാറും. WH ക്വസ്റ്റ്യൻ വേർഡ് മറ്റൊന്നായി മാറും. വൈ എന്നായിരിക്കും കുട്ടി ചോദിക്കുക. ഇതെന്തിനാണ് എന്ന് ചോദിക്കും. ഇതെന്തിനാ? ഇത് നമുക്ക് വെളിച്ചം തരാനാണ് മോനെ. ഇതെന്തിനാ? ഇത് എഴുതാനാണ്. പേനയെ ചൂണ്ടിക്കാണിച്ച് ചോദിക്കുമ്പോൾ അങ്ങനെയാണ് നമ്മൾ ഉത്തരം പറയാം. ഇനി അങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ കുട്ടി ചോദിക്കും, ഇതെങ്ങനെയാണ്? ആദ്യത്തെ 2 വളർച്ചാഘട്ടത്തിലെ ചോദ്യങ്ങളും നമുക്ക് ഉത്തരം പറയാൻ പറ്റുന്ന പോലെ തന്നെ ആയിരുന്നു. പക്ഷേ ഇതെങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ആകപ്പെട്ടു. ഫാൻ ചൂണ്ടിക്കാണിച്ചിട്ട് മോൻ നമ്മോട് ചോദിക്കുകയാണ്, ഇതെങ്ങനെയാണ് വാപ്പ കറങ്ങുന്നത്, ഇതെങ്ങനെയാണ് ചേട്ടാ കറങ്ങുന്നത് എന്ന് ചോദിച്ചാൽ നമ്മളെന്താ പറയുക? നമുക്ക് ഫിസിക്സ് പഠിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഫാനിനെ ചോദിച്ചാലും ലൈറ്റ് ചോദിച്ചാലും TV ചോദിച്ചാലും എന്ത് ചോദിച്ചാലും ഒരു ഉത്തരവേ ഉള്ളൂ. സ്വിച്ച് ഇട്ടാൽ കറണ്ട് വരും, കറണ്ട് വരുമ്പോൾ അത് കറങ്ങും. അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, വാട്ട്, പിന്നീട് വൈ, പിന്നീട് ഹൗ, ഇങ്ങനെ ചോദ്യം മാറി വരുന്നതിനനുസരിച്ച് കുട്ടിയുടെ വളർച്ച പുരോഗമിക്കുകയാണ് എന്ന സത്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഉത്തരം തേടിയുള്ള ആ യാത്ര ആരംഭിക്കുകയും അതിനുള്ള ശ്രമം തുടങ്ങുകയും ചെയ്യുമ്പോഴാണ് അറിവുകൾ ലഭിച്ചു തുടങ്ങുന്നത്. മനുഷ്യനങ്ങനെ എല്ലാത്തിൻ്റെയും കാരണം അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ ആദ്യം ചിന്തിച്ചത്, എങ്ങനെയാണ് ഈ പ്രപഞ്ചമുണ്ടായത്, എങ്ങനെയാണ് ജീവനുണ്ടായത് എന്നാണ് ആദ്യം ചിന്തിച്ചത്. നമുക്കറിയാം 2 തരത്തിലാണ് അറിവുകളുള്ളത്. അത് ആദ്യം തന്നെ പറഞ്ഞവിടെ ഉറപ്പിച്ചിട്ട് പോവാം. ഒന്നാമത്തേത് ദിവ്യ വെളിപാട്, ഡിവൈൻ റെവലേഷൻസ് ആണ്. വേദങ്ങൾ എന്ന് നമ്മൾ അതിനെ മലയാളത്തിൽ പറയാം. അത് ഒരിക്കലും മാറ്റമില്ലാത്തതാണ്, അതിനൊരിക്കലും പരിവർത്തനം ആവശ്യമില്ലാത്തതാണ്, നിത്യസത്യങ്ങളാണ്. രണ്ടാമത്തേതാണ് നമ്മൾ സയൻസ് എന്ന് പറയുന്ന മനുഷ്യൻ ആർജിച്ചെടുക്കുന്ന അറിവ്. അത് കാലഘട്ടത്തിനനുസരിച്ച് മാറും, ചിന്തകൾക്കനുസരിച്ച് മാറും, സൗകര്യങ്ങൾക്കനുസരിച്ച് മാറും. സൂര്യൻ ചലിക്കുന്നില്ല എന്ന് ആദ്യം പറയും, പിന്നീട് ചലിക്കുന്നുണ്ട് എന്ന് പറയും. ഭൂമിയാണ് കേന്ദ്രമെന്ന് ആദ്യം പറയും, പിന്നീട് ഭൂമിയല്ല കേന്ദ്രമെന്ന് നാം എത്തിച്ചേരും. അങ്ങനെ നമ്മുടെ വളർച്ചയുടെ, ശാസ്ത്രമെന്ന് പറയുന്നത് തന്നെ ഇന്നോളമുള്ള മനുഷ്യൻ്റെ അന്വേഷണങ്ങളുടെ ആകെത്തുകയാണ്. അപ്പോൾ ഈ ചോദ്യങ്ങളിങ്ങനെ പുരോഗമിക്കുന്നതിനനുസരിച്ച് നമ്മുടെ മനസ്സിൽ 2 ഉത്തരം കിട്ടാത്ത വലിയ ചോദ്യങ്ങൾ അവശേഷിച്ചു. ഒന്ന്, എങ്ങനെയാണ് ഈ പ്രപഞ്ചമുണ്ടായത്, എങ്ങനെയാണ് ജീവനുണ്ടായത്, മനുഷ്യനെ പോലെയുള്ള ഒരു ജീവിയൊക്കെ എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൽ വന്നത് എന്ന്. ഉത്തരം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആ കാലം തൊട്ടേ തുടങ്ങിയതാണ്. പല ഉത്തരങ്ങളും അവർ കണ്ടെത്തിയിട്ടുണ്ട്. ഈ അടുത്ത കാലം വരെ, ഏകദേശം
1920 വരെയൊക്കെ 20ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ വരെയും അനുവർത്തിച്ച് പോകുന്ന ഒരു ഉത്തരം, ഈ പ്രപഞ്ചം അങ്ങനെ ഒരു അതിനൊരു സ്റ്റാർട്ടിംഗ് ഇല്ല, അതിനൊരു ഒറിജിൻ ഇല്ല, ഒരു ആരംഭമില്ല, അത് പണ്ട് തൊട്ടേ ഉള്ളതാണ്, എല്ലാ കാലത്തും ഇതിങ്ങനെ തന്നെ ഉണ്ടാവുകയും ചെയ്യുമെന്ന സ്റ്റഡി സ്റ്റേറ്റ് തിയറിയാണ് ഒരുപാട് കാലം വിശ്വസിച്ച് പോകുന്നത്. പിന്നീട് ബിഗ് ബാങ് എന്ന് പറയുന്ന ഒരു ആശയം, സത്യത്തിൽ ബിഗ് ബാങ് എന്ന പേര് അത് കണ്ടുപിടിച്ച് സയൻറ്റിസ്റ്റുകൾ ഇട്ട പേരല്ല, അതിനെ പരിഹസിച്ചുകൊണ്ട് ജോർജ് ഗാമോയാണെന്ന് തോന്നുന്നു ബിഗ് ബാങ്, അത് വലിയൊരു പൊട്ടിത്തെറി സിദ്ധാന്തത്തിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ബിഗ് ബാങ് എന്ന് പറയുന്ന ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ പൊട്ടി ഉണ്ടായതാണ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ വികാസത്തിലൂടെ ഉണ്ടായതാണ് എന്ന് പറയുന്ന ഒരു ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. എങ്ങനെയാണ് ജീവൻ ഉണ്ടായത് അല്ലെങ്കിൽ മനുഷ്യവർഗം ഉണ്ടായത് എന്ന ചോദ്യം പലപ്പോഴായി പലരും ചോദിച്ചതിൻ്റെ ഫലമായിട്ട് പരിണാമം എന്ന ഉത്തരത്തിലാണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നോളം ആർജിച്ചെടുത്ത ഈ മുഴുവൻ അറിവുകളും പല ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളായിട്ട് നമുക്ക് കിട്ടിയതാണ് എന്ന അടിസ്ഥാന കാര്യം നമുക്ക് മനസ്സിലാവും. ഈ ശാസ്ത്രം എന്ന് പറയുന്നത് തന്നെ എങ്ങനെ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് പ്രധാനമായിട്ടും. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? എങ്ങനെയാണ് മഴ പെയ്യുന്നത്? ആകാശത്തു നിന്ന് ആരെങ്കിലും ബക്കറ്റ് കുരൊഴിക്കുന്നതാണോ? അല്ല, അത് സൂര്യൻ്റെ താപത്തിൽ സമുദ്രത്തിലെയും മറ്റുമൊക്കെ ജലങ്ങളിങ്ങനെ ബാഷ്പീകൃതമായി ആകാശത്തേക്ക് പോവുകയും അവിടെ നിന്നത് തണുത്ത് മഴയായി പെയ്യുകയുമാണ് ചെയ്യുന്നത് എന്ന അറിവ് നമുക്കിന്ന് കിട്ടി. ഈ അറിവുകളൊക്കെ കിട്ടാൻ കാരണം എങ്ങനെ എന്ന ചോദ്യത്തിനാണ് സയൻസ് ഉത്തരം നൽകുക എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ ഇതേ സയൻസ് വെച്ചിട്ടാണ് ഇന്ന് ആളുകൾ ദൈവമില്ല, പ്രപഞ്ചത്തിന് ഒരു തുടക്കക്കാരൻ്റെ ആവശ്യമില്ല, ഇതിൻ്റെ പിന്നിലൊന്നും കൺട്രോൾ ചെയ്യുന്ന ഒരാളുടെ ആവശ്യമില്ല എന്ന് പറയുന്നത്. അവർ പറയുന്നതിൻ്റെ പിന്നിലുള്ള യുക്തി എന്താണെന്ന് ചോദിച്ചാൽ, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചല്ലോ, അതുകൊണ്ട് ഇതിൻ്റെ പിന്നിലൊരാളില്ല. ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ചായ വെക്കുകയെന്ന് വിചാരിക്കും. അപ്പോൾ ഒരു കുട്ടി കണ്ടുപിടിച്ചു, കുട്ടിക്ക് എന്നും ടേബിളിൽ ചായ വരുന്നുണ്ട്. അങ്ങനെ അവസാനം കുട്ടി അടുക്കളയിൽ പോയിട്ട് എങ്ങനെയാണ് ചായ ഉണ്ടാക്കുന്നത് എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ കുട്ടിക്ക് മനസ്സിലായി, ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ആ വെള്ളം ഇങ്ങനെ തിളയുന്ന സമയത്ത് ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ടിട്ടാണ് ഈ ചായ ഉണ്ടാക്കുന്നത് എന്ന് കുട്ടിക്ക് മനസ്സിലായി. ഇനി ആ കുട്ടി പറയുകയാണ് ചായ തന്നെ ഉണ്ടാവുന്നതാണ്, കാരണം ഞാൻ മനസ്സിലാക്കി എങ്ങനെയാണ് ചായ ഉണ്ടാവുന്നത് എന്ന്. അതൊരു പാത്രത്തിൽ വെള്ളം വരും, അവിടെ അടിയിൽ ഓക്സിജനും ഏതെങ്കിലും ഒരു ഫ്യൂലുമായിട്ട് പ്രവർത്തിച്ച് തീ ഉണ്ടാവും. ആ തീ വെള്ളത്തെ ചൂടാക്കും, തിളയ്ക്കുന്ന സമയത്ത് ചായപ്പൊടിയും പഞ്ചസാരയും വീഴുന്ന സമയത്ത് ചായ ഉണ്ടാവും എന്ന് ഈ കുട്ടിക്ക് മനസ്സിലായി. എന്നിട്ട് ഈ കുട്ടി പറയാണ്, എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് തന്നെ എന്തില്ല, ഈ ചായ ഒരാൾ ഉണ്ടാക്കുന്നതല്ല. ഈ ലോജിക്കാണ് പ്രപഞ്ചത്തിൻ്റെ തുടക്കം ബിഗ് ബാങ് തിയറിയോട് സാദൃശ്യപ്പെട്ടു എന്ന് ശാസ്ത്രലോകം കണ്ടെത്തിയ സമയത്ത് ആളുകൾ പറയുന്നത്. എങ്ങനെയാണ് ഇത് തുടങ്ങിയത് എന്ന് നമുക്ക് മനസ്സിലായി, അതുകൊണ്ട് ഇതിനൊരു തുടക്കക്കാരനില്ല എന്ന്. അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സയൻസ് എന്ന് പറയുന്നത് ദൈവമുണ്ടോ എന്ന് തെളിയിക്കാനുള്ള ഒരു മാനദണ്ഡമേ അല്ല. സയൻസ് എന്ന് പറയുന്നത് ചില പെർട്ടിക്കുലർ വിഷയങ്ങൾക്ക് മാത്രമാണ്, മെറ്റീരിയൽ ബേസ്ഡ് ആയിട്ടുള്ള വിഷയങ്ങൾക്ക് മാത്രമാണ്. ഉദാഹരണം പറഞ്ഞാൽ, യേശുദാസ് ആണോ അല്ലെങ്കിൽ MG ശ്രീകുമാറാണോ ഏറ്റവും നല്ല പാട്ടുകാരൻ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനുള്ളതല്ല സയൻസ്. ഒരിക്കലും സയൻസ് വെച്ചത് കണ്ടുപിടിക്കാൻ പറ്റില്ല, കാരണം അത്തരം സബ്ജക്റ്റീവായ വിഷയങ്ങൾക്ക് ഉത്തരം പറയാനുള്ളതല്ല സയൻസ്. സയൻസ് എന്നുള്ളത് മെറ്റീരിയൽ ബേസ്ഡ് ആയ കാര്യങ്ങളെ അനലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ശാസ്ത്രശാഖയാണ്. അപ്പോൾ സയൻസിൻ്റെ പോരായ്മ എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ അതിന് ഉപയോഗിക്കാൻ സയൻസ് കൊണ്ട് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവർ പറയാറുള്ളത്, ഇപ്പോൾ ഡോക്കിൻസ് ഒക്കെ പറഞ്ഞിട്ടുള്ളത്, ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് ദ എവിഡൻസ് ഓഫ് ആബ്സെൻസ്. അതായത് ഒരു കാര്യത്തിന് തെളിവില്ലെങ്കിൽ അത് ഇല്ല എന്നതിനുള്ള തെളിവാണ്. അതാണ് ദൈവമില്ല എന്ന് പറയാനുള്ള കാരണം. ദൈവത്തിന് തെളിവ് നമുക്ക് ശാസ്ത്രീയമായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ ദൈവമില്ല എന്ന അസംഷനിലേക്കാണ് സയൻസ് എത്തിച്ചേരുന്നത്. സത്യത്തിൽ ഇത് സയൻസിൻ്റെ രീതിയല്ല, കാരണം സയൻസ് അതിനുള്ള സാധനമല്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, 2 തരം അറിവാണ് മനുഷ്യന് പ്രാപ്യമായിട്ടുള്ളത്. ഒന്ന് അവൻ്റെ അന്വേഷണങ്ങളിലൂടെ എത്തിച്ചേരുന്ന അറിവ്, അതിനെയാണ് നമ്മൾ സയൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ദിവ്യ വെളിപാടിലൂടെ മനുഷ്യന് നൽകപ്പെടുന്ന അറിവ്. എന്തിനാണ് അപ്പോൾ ദിവ്യ വെളിപാടിലൂടെ, വഹിയിലൂടെ, വേദങ്ങളിലൂടെ മനുഷ്യന് അറിവ് നൽകപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, സയൻസിന് എത്തിപ്പെടാൻ കഴിയാത്ത കുറേ മേഖലകളുണ്ട്. ആ മേഖലയിൽ സയൻസിൽ, അതായത് മനുഷ്യൻ്റെ അന്വേഷണങ്ങളിലൂടെ ഉത്തരം കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് തന്നെ അത് ഒരാൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ട് എന്നതുകൊണ്ടാണ് വേദങ്ങൾ നൽകപ്പെട്ടിട്ടുള്ളത്. ഉദാഹരണം, മരണം പരമാവധി സയൻസിന് പറയാൻ കഴിയുക മരണത്തെക്കുറിച്ചാണ്.
മരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഹാർട്ട് സ്റ്റക്ക് ആവുകയാണ്, ബ്രെയിൻ സ്റ്റക്ക് ആവുകയാണ് എന്ന് പറയാൻ കഴിയും. നമ്മുടെ ശരീരത്തിലുള്ള ധാരാളം പ്രവർത്തനങ്ങൾ നിലയ്ക്കുകയാണ് എന്ന് പറയാൻ കഴിയും. എന്നാൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഒരു 5 മിനിറ്റോടെ കഴിഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഓക്കെ. എന്നാൽ മരണത്തിൻ്റെ ശേഷം എന്താണ് എന്ന് പറയാൻ സയൻസിന് കഴിയില്ല. കാരണം അത് ഔട്ട് ഓഫ് ദ മെറ്റീരിയൽ വേൾഡാണ്. അപ്പം മരണത്തിന് ശേഷം എന്താണ് എന്ന് പറഞ്ഞു തരാൻ വേദത്തിൻ്റെ ആവശ്യമുണ്ട്. എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞു തരാൻ സയൻസിന് കഴിയില്ല. കാരണം ധാർമ്മികതയുടെ അടിസ്ഥാനത്തെ നമുക്ക് സയൻസായിട്ട് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെ ജീവിക്കണം, എന്തൊക്കെ ചെയ്യണം എന്ന കാര്യത്തിൽ തീരുമാനത്തിലെത്താൻ സയൻസിന് കഴിയില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു നിലപാടറിയിക്കാൻ, ഒരു തീരുമാനം പറഞ്ഞു തരാൻ ദൈവിക ഇടപെടൽ ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് വേദങ്ങൾ ഉണ്ടായതും ആ വേദങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി പ്രവാചകന്മാർ വന്നിട്ടുള്ളതും. എന്നാൽ നമ്മൾ ഇത് പറയുന്ന സമയത്ത് മതവും ശാസ്ത്രവും 2 തട്ടിൽ നിർത്തുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. സത്യത്തിൽ സയൻസ് അല്ലെങ്കിൽ ശാസ്ത്രം എന്ന് പറയുന്നത് മതത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒന്നാണ്. കാരണം മനുഷ്യന് അന്വേഷിക്കാനുള്ള ബുദ്ധി നൽകുകയും അന്വേഷിക്കാനുള്ള പ്രചോദനം നൽകുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ഒരു ഔദാര്യം തന്നെയാണ് സയൻസ് എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ഒരു വിശേഷണമാണ് അറിവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ സയൻസിൻ്റെ ഉള്ളിൽ വരും, റിലീജിയൻ്റെ മതത്തിൻ്റെ ഉള്ളിൽ വരും. പക്ഷേ മതം എന്ന് പറയുന്നത് സയൻസിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു സാധനമല്ല. മതം അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്നത് സയൻസിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു സാധനമല്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ മറ്റു മതങ്ങളിൽ നിന്നും ഇസ്ലാമിൻ്റെ കുറച്ച് പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചാൽ കുറേ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഒന്നാമത്തേത് ഇസ്ലാമിലെ ദൈവിക വിശ്വാസം ഏകദൈവ വിശ്വാസമാണ്. കറകളഞ്ഞ തൗഹീദാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത്. അതിൽ വെള്ളം ചേർക്കാൻ ആരും തയ്യാറല്ല. നമ്മൾ അതിൽ മാറ്റം വരുത്താനൊന്നും ആരും റെഡിയല്ല. അതുകൊണ്ട് അങ്ങനെ കുറേ വിശ്വാസങ്ങൾ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഖുർആൻ അതൊരു മാറ്റമില്ലാത്ത ഗ്രന്ഥമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. ഒരു വൈരുദ്ധ്യം പോലും ഇല്ല എന്നാണ് അവകാശപ്പെടുന്നത്. സാധാരണ ഒരു 10-15 വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകും. 6236 ആയത്തുള്ളതല്ലേ എന്നൊന്നുമല്ല പറയുന്നത്. ഒരു വൈരുദ്ധ്യം പോലും ഇല്ലാത്ത ഗ്രന്ഥമാണ് ഇത്. ഈ പ്രപഞ്ചത്തിന് സൃഷ്ടിച്ചത് ഏകനായ ഒരു അള്ളാഹുവാണ്, അവൻ ഈ പ്രപഞ്ചത്തിന് അതീതനാണ് തുടങ്ങി ധാരാളം. അതുപോലെ ഇന്നദീൻ ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിങ്കിൽ സ്വീകാര്യമായ മതം ഇസ്ലാമാണ് തുടങ്ങിയ ധാരാളം അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നു എന്നതുകൊണ്ട് തന്നെ മറ്റു മതങ്ങളിൽ നിന്നും ഇസ്ലാം കുറച്ചുകൂടി മതനിരാസവാദികളുടെ മുൻപിൽ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഇസ്ലാം അറ്റാക്ക് ചെയ്യപ്പെടുന്നത്. അല്ലാതെ ഇസ്ലാമിനോട് പ്രത്യേകിച്ചൊരു ദേഷ്യമുള്ളത് കൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മറിച്ച് നമ്മൾ ഒരുപാട് അവകാശവാദങ്ങൾ മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ആ ഉന്നയിക്കുന്ന മതങ്ങളില്ല, ദൈവമില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്നത് ഇസ്ലാമാണ്. അല്ലെങ്കിലും ദൈവത്തെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്നത് ഇസ്ലാമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം പറയുന്ന ദൈവത്തെ ഡിഫീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ദൈവത്തെ പരാജയപ്പെടുത്തി എന്ന ഒരു ചിന്തയിലാണ് കൂടുതലായിട്ട് ഇസ്ലാമിനെ ആളുകൾ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതിൽ ചോദിക്കാം, അറിയുന്നത് മാത്രം പറയും. ഓക്കെ. 1 നജു അസി, തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അള്ളാഹു അല്ലേ? അവിടെ പരീക്ഷണം പരിഹാസ്യമല്ലേ? മനുഷ്യനെ കൊണ്ട് മാത്രമേ തെറ്റ് ചെയ്യാനും നന്മ ചെയ്യാനും പറ്റുള്ളൂ. അതായത് തിന്മയും നന്മയും തിരഞ്ഞെടുക്കാൻ നമ്മളെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. എന്നാൽ അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. അള്ളാഹു വിചാരിച്ചാലേ നന്മയാണെങ്കിൽ തിന്മയാണെങ്കിലൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കുന്നത് അള്ളാഹു തന്നെയല്ലേ? എന്നിട്ട് പരീക്ഷണം എന്നൊക്കെ പറയുന്നത് പരിഹാസ്യമല്ലേ എന്നാണ് ചോദ്യം. ഇവിടെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പ്രപഞ്ചത്തിൽ അള്ളാഹുവിൻ്റെ നിയമങ്ങളെ അനുസരിക്കാൻ മാത്രമാണ് മനുഷ്യനല്ലാത്ത മുഴുവൻ ജീവികൾക്കും വസ്തുക്കൾക്കും കഴിയുക. ഇപ്പോൾ സൂര്യൻ്റെ കേസ് എടുത്താൽ തൻ്റെ ഉള്ളിലുള്ള ഹൈഡ്രജനെ ഹീലിയമായിട്ട് കത്തിച്ച് കളയാനും എന്നിട്ട് അങ്ങനെ സ്വയം എരിഞ്ഞ് മറ്റുള്ളവർക്ക് വെളിച്ചവും ചൂടുമൊക്കെ നൽകാനും മാത്രമേ സൂര്യന് കഴിയുള്ളൂ. അതുമാത്രമേ സൂര്യനെ കൊണ്ട് പറ്റുള്ളൂ. അല്ലാതെ അള്ളാഹുവിൻ്റെ ആ കൽപ്പനയ്ക്ക് എതിര് ചെയ്യാൻ സൂര്യന് പറ്റില്ല. എന്തും അങ്ങനെ തന്നെയാണ്. സസ്യങ്ങളാവട്ടെ മറ്റു ജീവജാലങ്ങളാകട്ടെ അള്ളാഹുവിനെ അനുസരിക്കാൻ മാത്രമേ കഴിയൂ. അള്ളാഹുവിനെ അനുസരിക്കണോ ധിക്കരിക്കണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ മനുഷ്യന് മാത്രമേ സ്വാതന്ത്ര്യമുള്ളൂ. അതായത് തിന്മ ചെയ്യാൻ മനുഷ്യന് മാത്രമേ സ്വാതന്ത്ര്യമുള്ളൂ എന്നാണ്. അപ്പോൾ അള്ളാഹു നമുക്ക് ആ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു പരീക്ഷിക്കുക എന്ന് പറയുന്ന ഒരു പരിഹാസ്യമല്ല. നമുക്ക് തിന്മ ചെയ്യാനും നന്മ ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്, ചിന്തിക്കാനുള്ള ബുദ്ധിയുണ്ട്. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുകയല്ലേ, എനിക്ക് വീഡിയോ ഇവിടെ കട്ട് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. ഞാൻ ഈ ഫിനിഷ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ആവും. പക്ഷെ ഞാൻ ചെയ്യുന്നില്ല, കാരണം ഞാൻ ചിന്തിക്കുകയാണ്, എനിക്ക് അള്ളാഹു ബുദ്ധി തന്നിട്ടുണ്ട്.
അതായത് ഈ വീഡിയോ കുറച്ച് പേര് കാണുന്നുണ്ട്, കുറച്ച് പേര് ക്വസ്റ്റ്യൻസ് അയക്കുന്നുണ്ട്, അപ്പോൾ അതുകൂടെ ആൻസർ ചെയ്തിട്ട് മാത്രമേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു ധാർമ്മികത എൻ്റെ അടുത്ത് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കട്ട് ചെയ്യാത്തത്, ഈ ലൈവ് കട്ട് ചെയ്യാത്തത്. അപ്പോൾ നമുക്ക് ഫ്രീഡം ഉണ്ട് എന്നുള്ള കാര്യമാണ്. ഓക്കെ, നജു അസി ഏകദേശം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഒന്ന് അറിയിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അബ്ദുൽ അഹദാണ്, പ്രവാസ ലോകത്തു നിന്നാണ്. 1.25 ലക്ഷം പ്രവാചകന്മാർ വേണോ, ഒരു നബിയും ഒരു ഖുർആനും പോരെ എന്നുള്ള ചോദ്യമാണ്. നല്ലൊരു ചോദ്യമാണ്. ഈ ചോദ്യം വരാനുള്ളൊരു കാരണം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. 1400 വർഷം മുമ്പ് ഇറക്കിയ ഒരു ഗ്രന്ഥവും ഒരു പ്രവാചകൻ്റെ അധ്യാപനവും അല്ലേ നിങ്ങൾ ഇന്നും ഫോളോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ അങ്ങനത്തെ ഒരു പ്രവാചകൻ അയച്ചാൽ പോരെ എന്നതാണ് അതിൻ്റെ പശ്ചാത്തലം. മനുഷ്യൻ എന്ന് പറയുന്നത് ആദ്യം ആദം നബി അലൈഹി സ്വലാം മാത്രമായിരുന്നു. പിന്നീട് ഹവ്വ ബീവി, പിന്നീട് അവരിൽ നിന്നായി ലോകത്തെ മുഴുവൻ ജനങ്ങളും ഉണ്ടായി വരികയാണ്. അപ്പോൾ ഇതൊരു സത്യത്തിലൊരു പരിണാമത്തിൻ്റെ പ്രോസസ്സാണ്. ഒന്നിങ്ങനെ എല്ലാം ആർജിച്ച് മനുഷ്യൻ പൂർണ്ണതയിലേക്ക് എത്തി വരുന്ന വളർച്ചാ ഘട്ടമാണ്. നമ്മൾ ചെറിയ കുട്ടികൾക്ക് എന്താ കൊടുക്കുക? മുലപ്പാലാണ് കൊടുക്കുക. ഒരു വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ കൂള് വരക്കി കൊടുക്കും. അങ്ങനെ ഭക്ഷണം ഇങ്ങനെ കട്ടിക്കൂട്ടി അവസാനമാണ് നമ്മൾ ചോറും നല്ല മീൻകറിയൊക്കെ കൊടുക്കുക, അല്ലെ എരിവുള്ള കറിയൊക്കെ കൊടുക്കുക. ആ കുട്ടിയുടെ വളർച്ചാ ഘട്ടത്തിനനുസരിച്ചാണ് എന്ത് കൊടുക്കേണ്ടത്? ഭക്ഷണം കൊടുക്കേണ്ടത്. അതുപോലെ മനുഷ്യനും ഒരു വളർച്ചാ ഘട്ടമുണ്ട്. ആ വളർച്ചാ ഘട്ടത്തിലെ മനുഷ്യൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ് നമ്മൾ മനുഷ്യന് ഫീഡ് ചെയ്യിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം മനുഷ്യനായ ആദം നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു കുറച്ച് വെളിപാടുകൾ അയച്ചു കൊടുത്ത് അതുപോലെ ഈ മനുഷ്യർ മുഴുവൻ ജീവിക്കണം എന്ന് പറയുമ്പോൾ അത് പ്രാക്ടിക്കലല്ല. മനുഷ്യൻ്റെ വളർച്ചാ ഘട്ടത്തിനനുസരിച്ച് അള്ളാഹു ശരീഅത്ത് പല പ്രവാചകന്മാർക്കും നൽകിയിട്ടുണ്ട്. സത്യത്തിൽ ഒരു ശരീഅത്ത് അല്ല ഉള്ളതല്ലോ, പ്രവാചകന്മാർക്ക് പലർക്കും ശരീഅത്ത് നൽകിയിട്ടുണ്ട്. അതിൽ ചില ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പ് വരെ അല്ലെങ്കിൽ ഒരു ഘട്ടം വരെ ഒരേ സമയം സഹോദരിമാരെ ഭാര്യമാരാക്കാമായിരുന്നു. ചേച്ചിയെയും അനിയത്തിയും ഒരേ സമയം വിവാഹം കഴിക്കാം. പക്ഷേ പിന്നീട് ആ ശരീഅത്ത് മാറ്റിയിട്ട് ഒരേ സമയം സഹോദരിമാരെ പറ്റില്ല എന്നുള്ള മാറ്റം വന്നു. അങ്ങനെ ശരീഅത്തിൽ മാറ്റം വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ ഇസ്ലാമിലെതിരെ ഇൻസെസ്റ്റൊക്കെ ആരോപിക്കുന്ന ആളുകൾ പറയും ആദ്യത്തെ ആദം നബിയുടെയും ഹവ്വാ ബീവിയുടെയും മക്കളല്ലേ പരസ്പരം വിവാഹം കഴിച്ചത് എന്ന്. അന്നത്തെ ശരീഅത്ത് അതായിരുന്നു. അന്ന് ഹവ്വാ റളിയല്ലാഹു അൻഹയ്ക്ക് ഒരുപാട് പ്രസവമുണ്ട്. അപ്പോൾ ഒരു പ്രസവത്തിലുള്ള മക്കൾ പരസ്പരം കല്യാണം കഴിക്കാൻ പാടില്ല, പല പ്രസവത്തിലുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളതായിരുന്നു അന്നത്തെ നിയമം. എന്നാൽ ആ നിയമം ഇന്ന് ബാധകമല്ല, ഇന്നതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് ഏറ്റവും വലിയ എക്സാമ്പിളാണ്. കാരണം അന്ന് വേറെ സൊല്യൂഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അതാണ് അവരുടെ മുമ്പിലുള്ള ധാർമ്മികത. പിന്നീട് മനുഷ്യൻ വളർച്ചാ ഘട്ടത്തിൽ അള്ളാഹു തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്ന ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നിയമങ്ങൾ നമുക്ക് വേണ്ടി വന്നു. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് നേരിടേണ്ടി വന്നു. അപ്പോൾ അവയ്ക്കൊക്കെ കൃത്യമായ പരിഹാരങ്ങൾ ഉൾക്കൊള്ളേണ്ട വലിയ ഒരു നിയമസംഹിത തന്നെ അവതരിപ്പിക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് ഓരോ പ്രവാചകന്മാരും അയക്കപ്പെട്ടിട്ടുള്ളതും പല ശരീഅത്തുകൾ. നമുക്ക് 4 വേദഗ്രന്ഥങ്ങൾ നമുക്കറിയാം. അങ്ങനെ അവസാനം ഖുർആൻ വരികയും ഖുർആൻ അവതീർണമായതിൻ്റെ ശേഷം മറ്റൊന്നിൻ്റെ സാധ്യതയില്ലാത്തവണ്ണം അന്നേക്കും ഏകദേശം നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ തന്നെ ചരിത്രത്തിൽ മനുഷ്യ വളർച്ചയുടെ മെച്യൂരിറ്റി സ്റ്റേജാണ്, ഇനി ഡിക്ലൈനാണ് വരാൻ പോകുന്നത്. ഇത് ലോകം അംഗീകരിച്ച കാര്യമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവതീർണമായ ആഖിർ സമാൻ അല്ലെങ്കിൽ ഈ കാലം എന്ന് പറയുന്നത് അത് ഒരു സ്വഭാവമാണ്. ഇനി ഇതിൽ കാര്യമായ മാറ്റം വരാനില്ല. അതുപോലെ പുതിയ വിഷയങ്ങൾ വരുമ്പോൾ അതിലും എന്ത് നിലപാട് സ്വീകരിക്കണം എന്നതിൻ്റെ അടിസ്ഥാനവും റസൂലുള്ളാഹ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ശരീഅത്തിനെ അള്ളാഹു പരിഷ്കരിക്കുകയല്ല ചെയ്തത്. അള്ളാഹു മനുഷ്യനനുസരിച്ച് ഇങ്ങനെ സ്പൂൺ ഫീഡിങ്, പിന്നീട് അങ്ങനെ ചെറിയ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു രീതിയിൽ നമ്മെ പൂർണ്ണമായ ഒരു സമൂഹമാക്കി മാറ്റി. അതല്ലേ സുഹൃത്ത് ഇതിൽ പറയുന്നുണ്ടല്ലോ, നമ്മുടെ അറഫ മൈതാനിൽ ഇറങ്ങിയ ഒരു ആയത്ത്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഈ ദിവസമാണ് നിങ്ങളുടെ മതത്തെ ഞാൻ പൂർണ്ണമാക്കി തന്നത്. അത് ആദം നബി തൊട്ട് തുടങ്ങിയ പ്രോസസ്സിൻ്റെ ഒരു ഫൈനലൈസേഷനാണ് അള്ളാഹു അവിടെ നടത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ സാലിഹ് ജലീൽ, ക്യാമ്പസിലെ മുസ്ലിം ജീവിത രീതി എങ്ങനെയാവണം? മുസ്ലിം ജീവിത രീതി എന്ന് പറയുന്നത് ക്യാമ്പസിലായാലും വീട്ടിലായാലും പള്ളിയിലായാലും ഇസ്ലാം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കുക. വത്തഖുല്ലാഹ മനിസ്തതഅ്തും എന്നല്ലേ. പരമാവധി എന്ന് പറയുമ്പോൾ ഇത്ര എനിക്ക് പറ്റുള്ളൂ, ഇതിൻ്റെ അപ്പുറത്ത് എനിക്ക് സൂക്ഷിക്കാൻ പറ്റില്ല എന്നല്ല. മനുഷ്യനൊരു കപ്പാസിറ്റി ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ അടുത്ത് വയറിൽ കല്ല് വെച്ച് കെട്ടിയിട്ട് ഒരു ദിവസം നടക്കാൻ പറഞ്ഞാൽ നമ്മൾ നടക്കില്ല. പക്ഷേ ഇതേ മനുഷ്യൻ തന്നെ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ പോവുകയാണല്ലോ എന്ന ഒരു ചിന്ത ഉള്ളിൽ കയറിയാൽ 9 മാസമാണ് ഒരു മനുഷ്യ സ്ത്രീ ഭാരം ശരീരത്തിൽ സഹിച്ചുകൊണ്ട് നടക്കുന്നത്. മനുഷ്യനതൊക്കെ ചെയ്യാൻ പറ്റും, നമ്മളെ കൊണ്ട് ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധിയിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഖുർആനിൻ്റെ കൽപ്പന. റസൂലുള്ളാഹിനോട് പോലും പറഞ്ഞിട്ടുണ്ടല്ലോ,
അങ്ങ് ഞാൻ പറഞ്ഞ പോലെ തന്നെ, ഞാൻ കൽപ്പിച്ച പോലെ തന്നെ അനുസരിച്ച് ജീവിക്കണം. ഫസ്തഖിം കമാ ഉമിർത്ത, സൂറത്ത് ഹൂദിലാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ക്യാമ്പസിൽ എങ്ങനെയാണ് ഈ ഇസ്ലാമിക രീതി ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്ന് ചോദിച്ചാൽ, ഇവിടെയാണ് തഖ്വ എന്താണ് എന്നുള്ളത് നമ്മൾ ഒന്നുകൂടി പ്രാക്ടിക്കലായി മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം. ഇപ്പോൾ സാലിം ഫൈസി ഉസ്താദാണെന്ന് തോന്നുന്നു, ഒരിക്കൽ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു കാട്ടിലൊരു സിംഹം ഉണ്ട് എന്ന് കേട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റേജ് കാട്ടിലേക്ക് പോവാതിരിക്കലാണ്. അപ്പോൾ തഖ്വ എന്ന് പറയുന്നത് തെറ്റിൽ നിന്ന് പൂർണ്ണമായിട്ട് അകന്നു നിൽക്കലാണ്. എന്നാൽ നമ്മുടെ വീട് എവിടെയാണ്? കാടിൻ്റെ ഒരു സൈഡിലാണെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് പോകാതിരിക്കാൻ പറ്റുമോ? വേറെ വീട് വയ്ക്കാനുള്ള നിവൃത്തിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ ആ സിംഹത്തോട് അടുക്കാത്ത രീതിയിൽ പോവുക, കൂട്ടമായി പോവുക എന്നുള്ള മെഷർ സ്വീകരിക്കണം. ഇനി നമ്മൾ ഫോറസ്റ്റിലാണ് നമ്മുടെ ജോലി, കാട്ടിൻ്റെ ഉള്ളിൽ പോലും നിർബന്ധമാണെങ്കിലോ പോകാതിരിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പോകണം. പക്ഷേ ആ സമയത്ത് തഖ്വ എന്താ? നമ്മുടെ കയ്യിൽ അതിനുള്ള മെഷർ വേണം. സിംഹം വരികയാണെങ്കിലും അതിനൊന്ന് നേരിടാനുള്ള ഒരു പരിശീലനം നമ്മൾ നേടുക. ഇതാണ് തഖ്വയുടെ വിവിധ സ്റ്റേജ്, ഓരോ സാഹചര്യത്തിനനുസരിച്ച്. അപ്പോൾ നമ്മൾ ക്യാമ്പസിൽ ഏതൊക്കെ സാഹചര്യങ്ങളാണ് തിന്മയിലേക്ക് നമ്മൾ വിളിക്കാനുള്ളത്, അതിനനുസരിച്ച് എന്താണ് നമുക്ക് ആ സ്റ്റേജിൽ ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ക്യാമ്പസിൽ മുസ്ലിമായി ജീവിക്കുമ്പോൾ നമ്മൾ ഉണ്ടാവേണ്ടത്. പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം, സത്യത്തിൽ ദഅവത്ത് ഏറ്റവും കൂടുതൽ നടക്കുന്നൊരു സ്ഥലമാണ് ക്യാമ്പസ്. ഇപ്പോൾ മദ്രസ എന്ന് പറയുന്നത് രാവിലെ സുബഹിയൊക്കെ നിസ്കരിച്ച് ചായയും കുടിച്ച് മുസാഫ് എടുത്തിട്ട് പഠിക്കാൻ വേണ്ടി വരുന്ന മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് മദ്രസയിലെ ഉസ്താദുമാർ ചെയ്യുന്നത്. വെള്ളിയാഴ്ച ഖുതുബയാണെങ്കിലും വഅദ് മജ്ലിസിലെ പ്രസംഗങ്ങളാണെങ്കിലും നിസ്കരിക്കാൻ വരുന്ന, പള്ളിയിലേക്ക് ദീൻ പഠിക്കാൻ വരുന്ന ആളുകൾക്കാണ് ദീൻ പറഞ്ഞു കൊടുക്കുന്നത്. എന്നാൽ ക്യാമ്പസിൽ പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ദീൻ കേൾക്കാൻ സാധ്യതയില്ലാത്ത, ഒരിക്കലും അള്ളാഹു എന്ന് പോലും കേട്ടിട്ടില്ലാത്ത ആളുകളാണ് നമ്മുടെ മുൻപിലുള്ളത്. അവരോട് നമ്മൾ പോയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നൊന്നും പറയണ്ട. നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാമല്ലോ. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ധാർമ്മികത നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അവൻ്റെ മതമാണ് എന്ന് അവൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു സ്പാർക്കാവും, ഭാവിയിൽ നന്മയിലേക്ക് എത്താൻ അവർക്കതൊരു കാരണമാകും. അപ്പോൾ ഇസ്ലാമിൻ്റെ പോസ്റ്ററുകളാവാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളൊക്കെ ഉള്ളത്. ഒരു പോസ്റ്റർ എന്ന് പറഞ്ഞാൽ അതിലുണ്ടാവും ആരാണ് പ്രസംഗിക്കുന്നത്, എന്നാണ് ഡേറ്റ് എന്നുള്ള, എവിടെ വെച്ചാണെന്നൊക്കെ. അതുപോലെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവണം എന്താണ് ഇസ്ലാം എന്നുള്ളത്, എന്താണ് റസൂലുള്ളാഹിൻ്റെ ടീച്ചിങ്സ് എന്നുള്ളത് അവർക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാവണം. പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റും എന്ന എന്ന് വിശ്വസിക്കുമ്പോഴും അതിന് പരിമിതികളുണ്ട് എന്നും വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി മറ്റുള്ളവരെക്കാൾ മോശം നമ്മളാവാതിരിക്കുക, മറ്റുള്ളവരെക്കാൾ ഏറ്റവും നല്ലവൻ ഞാനാവുക എന്നൊരു ഈഗോ നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ കുറേയൊക്കെ ശ്രദ്ധിക്കാനായിട്ട് പറ്റും. അടുത്ത ചോദ്യം, നന്മയിൽ സ്ഥായിയാവാൻ മനുഷ്യനാകുമോ? അതിനുള്ള വഴികൾ. നന്മയിൽ സ്ഥായിയാവാൻ പറ്റുന്ന ഒരു ജീവിവർഗമാണ് മലക്കുകൾ എന്ന് പറയുന്നത്. അവർക്ക് തിന്മ ചെയ്യാനുള്ള കഴിവില്ല. ഇപ്പോൾ ഒരു കണ്ണ് കാണാത്ത ഒരാൾക്ക് കാണാനുള്ള കഴിവില്ലാത്തതുപോലെ തന്നെ മലക്കുകൾക്ക് തിന്മ ചെയ്യാനുള്ള കഴിവില്ല. അപ്പം മലക്കുകൾക്ക് നന്മയിൽ സ്ഥായിയാവാൻ കഴിയുമെന്ന കാര്യം നമുക്ക് ഉറപ്പാണ്. പിന്നെ മനുഷ്യന് നന്മയും തിന്മയും ചെയ്യാൻ കഴിയുന്ന അവസ്ഥയിലാണ് മനുഷ്യനുള്ളത്. അപ്പോൾ ഈ തിന്മയെ ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന പല ഘടകങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഇബിലീസാണ്. അപ്പോൾ ഇബിലീസിൻ്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മാറിയാൽ മാത്രമേ നന്മയിൽ സ്ഥായിയാവാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഇബിലീസിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള വഴിയായിട്ട് ഖുർആൻ പറഞ്ഞത് ഇഖ്ലാസാണ്, അല്ലേ? ഇഖ്ലാസ് ഉള്ളവരൊന്നും ഞാൻ വഴിവഴിപ്പിക്കില്ല എന്നല്ലേ ഇബിലീസും പടച്ചവനത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇഖ്ലാസോടെ ജീവിക്കാനുള്ള ജീവിത രീതി കെട്ടിപ്പടുക്കലും അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളും മഹാന്മാരായ ഉസ്താദുമാരുടെ ദിക്റുകളും ഒക്കെ ആയിട്ട് ജീവിച്ചാൽ നന്മയിൽ സ്ഥായിയാവാൻ പറ്റും. കാരണം പറ്റുമെന്ന് പറയാൻ കാരണം മനുഷ്യൻ അവൻ്റെ കർമ്മം കൊണ്ട് മലക്കിനേക്കാൾ ഉയർന്ന അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്, അല്ലേ? മലക്കിനേക്കാൾ ഉയർന്ന അവസ്ഥയിലേക്ക് എത്താൻ മനുഷ്യന് കഴിയും. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്മയിൽ സ്ഥായിയാവാൻ പറ്റും. അതിനുള്ള വഴികൾ എന്തൊക്കെയാണ് എന്നുള്ളത്, ഒന്ന് ജീവിതത്തിൽ റസൂലുള്ളാഹി കണിശമായിട്ടൊക്കെ പറഞ്ഞ ദിക്റുകൾ പാലിക്കുക എന്നുള്ളതാണ്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ സുബഹിക്ക് ശേഷം മഗ്രിബിന് ശേഷമൊക്കെ പതിവുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധിയിൽ നിന്നൊക്കെ തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റും. എപ്പോഴും വുളൂയിലായി കഴിഞ്ഞാൽ കുറേ തെറ്റുകളിൽ നിന്ന് നമുക്ക് വിട്ടു നിൽക്കാൻ പറ്റും. നമുക്കറിയാലോ, നോമ്പ് ആണെങ്കിലും വുളു ആണെങ്കിലും അതുകൊണ്ടുള്ള ഗുണമില്ലാതാക്കുന്ന 5 കാര്യങ്ങൾ ഉണ്ട് എന്ന് നമ്മളിപ്പോൾ റമദാനൊക്കെ ആകുമ്പോൾ കേട്ടിട്ടുണ്ടാകും. നുണ പറഞ്ഞാൽ നോമ്പ് കൊണ്ട് ഉണ്ടാകേണ്ട സാധനം കിട്ടാതാവും. അതുപോലെ തന്നെയാണ് വുളുവും. നുണ, നമീമത്ത്, ഗീബത്ത്, അതുപോലെ ലൈംഗിക ചോയോടുകൂടിയ നോട്ടം, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളിൽ നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ വുളുവും മുറിയും എന്നാണ്. അതായത് ആത്മീയമായ വുളുവും മുറിയും എന്നാണ്. അപ്പോൾ ഒരു പൂർണ്ണമായ വുളു ജീവിതത്തിൽ പാലിക്കുന്ന ഒരാൾക്ക് നന്മയിൽ സ്ഥായിയാവാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. അബ്ദുൽ അഹദ്, ഇസ്ലാമിൽ പ്രമാണങ്ങളെക്കാൾ ബുദ്ധിക്ക് പ്രാധാന്യമുണ്ടോ? ഇത് വലിയൊരു ചർച്ചാ വിഷയമാണ് കേട്ടോ. അഖിലാണ് ബുദ്ധിക്ക് പറയാം, നഖിലാണ് പ്രമാണം. അഖിലാണോ നഖിലാണോ കൂടുതൽ സ്ഥാനം കൊടുക്കേണ്ടത് എന്ന വലിയൊരു ചർച്ചയൊക്കെ നടന്നിട്ടുണ്ട്. അത് അത്രയും ബൗദ്ധികമായ പണ്ഡിത ചർച്ച ആയതുകൊണ്ട് ഞാൻ അതിൽ ഇടപെടുന്നില്ല. പകരം
ബുദ്ധി ഇസ്ലാമിലൊരു പ്രമാണമാണ്. ബുദ്ധി ഇസ്ലാമിൽ മാത്രമല്ല, മനുഷ്യന് തന്നെ ഒരു പ്രമാണമല്ലേ. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും ഞാൻ ഈ അടുത്ത് നേരിട്ടൊരു ചോദ്യമാണ്, വിവാഹത്തിന് ഇസ്ലാമിൽ പ്രായം നിശ്ചയിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു കുട്ടി ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ജനിക്കുന്ന കുട്ടികളൊക്കെ കല്യാണം കഴിച്ചു കൊടുക്കാനാണ് ഇസ്ലാമിൽ പറയുന്നത് എന്ന്. ഇത് പറയുന്നത് ബുദ്ധിയുള്ളൊരു സമൂഹത്തോടല്ലേ? ബുദ്ധിയുള്ളൊരു സമൂഹം ജനിച്ച കുട്ടിയെ വിവാഹം ചെയ്ത് കൊടുക്കുമോ? ബുദ്ധിയുള്ളൊരു സമൂഹം ഒരിക്കലും ജനിച്ച ഒരു കുട്ടിയെ വിവാഹം ചെയ്ത് കൊടുക്കില്ല. അവരെന്താ ചെയ്യാം? അപ്പോൾ വിവാഹത്തിന് പ്രായം നിശ്ചയിക്കാത്ത എന്താണെന്ന് ചോദിച്ചാൽ, വിവാഹത്തിൻ്റെ പ്രായം പല രാജ്യങ്ങളിലും പലതാണ്, പല കാലങ്ങളിലും പലതാണ്. അപ്പോൾ റസൂലുള്ള അന്ന് ഇത്ര വയസ്സിൽ പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി വിവാഹത്തിന് എലിജിബിൾ ആവും എന്ന് പറയുകയാണെങ്കിൽ ഇസ്ലാം ഒരു പ്രാക്ടിക്കൽ അല്ലാത്ത ഒരു കാലഹരണപ്പെട്ട മതമായിരുന്നു. ഇത് കാലത്തിനനുസരിച്ച് വയസ്സും മാറി മാറി വരും എന്നുള്ളത് കൊണ്ടാണ് റസൂലുള്ള എന്ത് ചെയ്യാതിരുന്നത്? വിവാഹത്തിന് പ്രായം നിശ്ചയിക്കാതിരുന്നത്. എന്നിട്ട് പകരം പക്വത മാനദണ്ഡമാക്കി. എൻ്റെ മകൾക്ക് മകന് വിവാഹത്തിന് പക്വതയായി എന്ന് മാതാപിതാക്കൾക്ക് തോന്നിയാൽ അവർ വിവാഹം കഴിച്ചു കൊടുക്കാമെന്നല്ലേ പറഞ്ഞത്. അതാണ് ഏറ്റവും വലുതും. പക്വത വിവാഹത്തിനായി എന്ന് ഏറ്റവും കൂടുതൽ തോന്നാൻ അവകാശമുള്ള മാതാപിതാക്കൾക്കാണ്. അപ്പോൾ അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നത് കോമൺ സെൻസ് ആണ്. അപ്പോൾ ബുദ്ധി ഇസ്ലാമിൽ പ്രമാണമാണ്. ഓക്കെ, ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാറായോ? സാലിഹ്, ഇനി വല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഈ ബുദ്ധി പ്രമാണമാണെന്ന് പറയുമ്പോൾ ഒരു കാര്യം ആലോചിക്കേണ്ടത് കേവല യുക്തിയല്ല. ഇപ്പോൾ അലി റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, യുക്തി അനുസരിച്ചാണെങ്കിൽ ഈ ഹുഫ തടവുന്ന സമയത്ത് അതിൻ്റെ അടിഭാഗത്തായിരുന്നു തടവേണ്ടത്. കാരണം ഹുഫ എന്ന് പറയുമ്പോൾ അറിയാലോ, കാലിൽ നല്ല ഉയരമുള്ള ഒരു ഷൂ പോലത്തെ സാധനം യാത്രയിലൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ധരിച്ച് നടക്കുന്ന ആൾക്ക് വുളു എടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ തടവിയാൽ മതി. സത്യത്തിൽ ചളി അടിയിലാണ് ഉണ്ടാവാൻ സാധ്യത. അപ്പോൾ യുക്തിപരമായി നോക്കുകയാണെങ്കിൽ അടിയിലാണ് തടവേണ്ടത്, പക്ഷേ മുകളിലാണ് തടവാൻ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് യുക്തിക്ക് ഒരു പരിധി വരെ സ്ഥാനമേ ഉള്ളൂ. പക്ഷേ കോമൺ സെൻസ് എന്നുള്ളത് ഇസ്ലാമിൻ്റെ മാത്രമല്ല മനുഷ്യൻ്റെ പോലും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രമാണമാണ് എന്ന് നമുക്ക് വിലയിരുത്താനായിട്ട് പറ്റും. ഹലോ സാലിഹ്, ക്വസ്റ്റ്യൻസ് കഴിഞ്ഞോ? ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എന്തായാലും ക്യാമ്പസിങ് അതിൻ്റെ തുടക്കം ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വീഡിയോ നന്നായിട്ട് ഷെയർ ചെയ്യാം. ചാനൽ FB പേജ് ലൈക്ക് ചെയ്യാം. പിന്നെ അബ്ദുൽ അഹദ്, ഇബ്ലീസ് മലക്കാണെങ്കിൽ ധിക്കരിച്ചു, ജിന്നാണെങ്കിൽ സുജൂദിന് കൽപ്പനയില്ല, പുറത്താക്കിയിട്ട് ആദം നബിയെ വഴിതെറ്റിക്കാൻ വീണ്ടും ഇബ്ലീസ് സ്വർഗത്തിലെത്തുന്നു. ഇത് ഒരു വല്ലാത്തൊരു യുക്തിപരമായ ചോദ്യമാണ്. അതായത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, അള്ളാഹു എല്ലാ മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു, ഇബ്ലീസ് ഒഴികെ എല്ലാവരും സുജൂദ് ചെയ്തു. എന്നിട്ട് ഇബ്ലീസിനെ സുജൂദ് ചെയ്യാത്തതിൻ്റെ പേരിൽ അവിടെ നിന്ന് പുറത്താക്കിയിട്ട് വീണ്ടും ആദം നബിയെയും ഹവ്വ ബീവിയെയും പഴം കഴിക്കാൻ അല്ലെങ്കിൽ ആ വിലക്കപ്പെട്ട മരത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കാൻ ഇബ്ലീസ് വീണ്ടും അവിടെ ഉണ്ട്. അപ്പോൾ സ്വർഗത്ത് നല്ല പുറത്താക്കിയത് എന്നുള്ള ചോദ്യമൊക്കെയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉത്തരം ഒന്നാമത്തേത് ഇബ്ലീസ് മലക്കാണോ എന്നാണ് ചോദ്യം. അതായത് മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു, ഇബ്ലീസ് ആണെങ്കിൽ സുജൂദ് ചെയ്തതുമില്ല അല്ലേ. അപ്പോൾ എന്നിട്ട് ഇബ്ലീസിനോട് അള്ളാഹു ശിക്ഷ നടപ്പിലാക്കണമെങ്കിൽ ഇബ്ലീസ് മലക്കാവണ്ടേ എന്നുള്ളതാണ്. ഇബ്ലീസ് മലക്കല്ല എന്നുള്ള കാര്യം ഖുർആൻ്റെ നസ്സാണ്. അപ്പോൾ കാനമിനൽ ജിന്നി എന്ന് സൂറത്തുൽ കഹഫിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇബ്ലീസിനോട് സുജൂദ് ചെയ്യാൻ അള്ളാഹു പറഞ്ഞോ ഇല്ലയോ എന്നാണ് അടുത്ത ആയത്ത്. സൂറത്തുൽ അഹ്റാഫിലാണ് അതുള്ളത്. ആദ്യം അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾ മലക്കുകളോട് അള്ളാഹു പറഞ്ഞു ആദം നബിക്ക് സുജൂദ് ചെയ്യണമെന്ന്. അപ്പോൾ ഇബ്ലീസ് ഒഴികെ എല്ലാവരും സുജൂദ് ചെയ്തു. തൊട്ടടുത്ത ആയത്ത് അള്ളാഹു ഇബ്ലീസിൻ്റെ അടുത്ത് ചോദിക്കുക, നീ എന്താ സുജൂദ് ചെയ്യാത്തത്? മാ മനാക്ക അല്ലാ തസ്ജുദു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇബ്ലീസ് പറയാണ്, പടച്ചോനെ നീ എൻ്റെ അടുത്ത് സുജൂദ് ചെയ്യാൻ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ, ആദം നബി മലക്കുകളുടെ അടുത്തല്ല പറഞ്ഞ് എന്നല്ല പറഞ്ഞത്. പകരം എന്താ പറഞ്ഞത്? നമുക്കെല്ലാവർക്കും അറിയുന്നതല്ലേ, ഞാൻ ആദം നബിയേക്കാൾ ഉന്നതനാണല്ലോ, എന്നെ തീ കൊണ്ടല്ലേ സൃഷ്ടിച്ചത്, ആദം നബിയെ മണ്ണ് കൊണ്ടല്ലേ, അതുകൊണ്ടാണ് ഞാൻ സുജൂദ് ചെയ്യാത്തത് എന്ന്. അപ്പോൾ അതിൽ തന്നെ വ്യക്തമായി, ഇബ്ലീസ് വരെ സമ്മതിച്ചു എൻ്റെ അടുത്ത് കൽപ്പന ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ധിക്കരിക്കുക ചെയ്തു എന്നുള്ളത്. ഓക്കെ, പിന്നെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയിട്ടും ആദം നബിയെ വഴിതെറ്റിക്കാൻ വീണ്ടും സ്വർഗത്തിലെത്തുന്നു എന്ന് പറയുമ്പോൾ ഒരിക്കലും അവിടെ സ്വർഗത്തിൽ വെച്ചിട്ടാണ് നടക്കണത് എന്നൊന്നും ഖുർആനിലില്ല. ഓക്കെ, കൃത്യമായിട്ട് ഇന്ന സ്ഥലത്ത് വെച്ചാൽ നമ്മൾ വിശ്വസിക്കുന്നു, അതിന് നമുക്ക് പ്രമാണങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഖുർആനിൽ നേരിട്ട് അള്ളാഹു അങ്ങനെ പറയുന്നൊന്നുമില്ലല്ലോ, ഇത് എവിടെ വെച്ചിട്ടാണ്, ആദ്യം സ്വർഗത്തിൽ നിന്നായിരുന്നു പിന്നീട് പുറത്താക്കിയെന്നൊന്നും പറയുന്നില്ലല്ലോ. ഓക്കെ, അത് അള്ളാഹുവിൻ്റെ ഇൽമിലുള്ളൊരു കാര്യമാണ്. അത് പിന്നെ ഇസ്ലാമിൻ്റെ അടിസ്ഥാനമല്ല, നമ്മളതൊന്നും അന്വേഷിച്ച് പോകേണ്ട ഒരു ആവശ്യമില്ല. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ?
പ്രത്യേകിച്ച് ക്യാമ്പസിലുള്ള കുട്ടികളായിരിക്കും ഇത് കൂടുതലായിട്ട് കേൾക്കുന്നുണ്ടാവുക. അപ്പോൾ ക്യാമ്പസിൽ നമ്മൾ കേൾക്കാറുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്താൽ എല്ലാവർക്കും അതൊരു ഉപകാരമാവും. മുഖദ്ദിമയിലും ഇബ്നു ഹൈസമിൻ്റെ മനാദിറിലും പരിണാമത്തെ പറയുന്നു. അവരൊക്കെ യുക്തിവാദികളാണോ? സൃഷ്ടിവാദവും പരിണാമവും വൈരുദ്ധ്യമല്ലേ? സത്യത്തിൽ ഇബ്നു ഖൽദൂൻ്റെ മുഖദ്ദിമ ഞാൻ വായിച്ചിട്ടില്ല, ഇബ്നു ഹൈസമിൻ്റെ മനാദിറും വായിച്ചിട്ടില്ല. പക്ഷേ ചോദ്യത്തിൻ്റെ രണ്ടാം ഭാഗം സൃഷ്ടിവാദവും പരിണാമവും വൈരുദ്ധ്യമല്ലേ, ഇതിൽ നമ്മൾ കുറേ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. സമയം ഒരുപാടായെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ ചുരുക്കി പറയാം. നമ്മൾ ചെറുപ്പം തൊട്ടേ പരിണാമത്തെ വല്ലാതെ എതിർത്തിരുന്നു. കാരണം എന്താ? പരിണാമം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ കുരങ്ങനിൽ നിന്നുണ്ടായി എന്നുള്ളതാണ് എന്നാണ് നമ്മളൊക്കെ ധരിച്ചത്. സത്യത്തിൽ പരിണാമം, ഡാർവിന് പോലും അങ്ങനെ ഒരു വാദമില്ല. മനുഷ്യനും കുരങ്ങൊക്കെ ഒരു പൊതുപൂർവികനെ പങ്കിടാൻ സാധ്യതയുണ്ട് എന്നാണ് ഡാർവിൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അള്ളാഹു ആദം നബിയെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്ന് വിശ്വസിക്കുന്ന നമുക്ക് കുരങ്ങനിൽ നിന്നുണ്ടായി എന്ന കാര്യം വിശ്വസിക്കാൻ പറ്റില്ല. അതേ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുള്ളൂ. ആദം നബി അലൈഹി ഇസ്ലാമിന് ഒരു പൂർവികനുണ്ട് എന്ന് വിശ്വസിക്കാൻ പ്രയാസമുള്ളൂ. ഇസ്ലാമികപരമായിട്ട് ആദം നബിയെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ പരിണാമം എന്തൊക്കെ പറയുന്നു അതിനൊന്നും എതിർക്കേണ്ട ആവശ്യം നമുക്കില്ലല്ലോ. അപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും, ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മനുഷ്യൻ്റെ രൂപത്തിൽ, നിറത്തിൽ, അവൻ ജീവിക്കുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച്. ഇപ്പോൾ ആഫ്രിക്കയിലുള്ളവരുടെ നിറം അവിടുത്തെ ചൂടിനനുസരിച്ചാണ്, ഓസ്ട്രേലിയയിലുള്ളവരുടെ നിറം അവിടുത്തെ ചൂടിനനുസരിച്ചാണ്. അപ്പോൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് നിറവ്യത്യാസം ഒക്കെ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പരിണാമം എന്ന് പറയുന്നത് അതൊരു പ്രോസസ്സാണ്. പക്ഷേ അത് നടത്തുന്നവൻ അള്ളാഹു ആണ് എന്നതാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ പിന്നെ പരിണാമത്തിൻ്റെ അടിസ്ഥാനവാദം തന്നെ എന്താ പറയുക, ആദ്യം ഒരു ഇരട്ടിക്കുന്ന തന്മാത്രം ഉണ്ടായി, പിന്നീട് കുറേ വർഷങ്ങൾ കഴിഞ്ഞു അത് ഇരട്ടിച്ച് അതിൽ നിന്ന് ബാക്ടീരിയ ഫോം ചെയ്തു, അതിൽ നിന്നിങ്ങനെ ജീവനുണ്ടായി, വെള്ളത്തിലാണ് ഉണ്ടായി എന്നൊക്കെയാണ്. ഇപ്പോൾ യാസിർ ഖാദിയെ പോലുള്ള ആളുകളൊക്കെ പരിണാമം ഖുർആൻ വെച്ചുകൊണ്ട് തന്നെ തെളിയിക്കാം എന്നുള്ള കുറേ പ്രഭാഷണങ്ങൾ യൂട്യൂബിലുണ്ട്. അപ്പോൾ അവർ പറയുന്നത്, അള്ളാഹു തന്നെ പറയുന്നുണ്ടല്ലോ, ഞാൻ ജീവികളെ ഉണ്ടാക്കിയത്, ജീവനെ സൃഷ്ടിച്ചത് വെള്ളത്തിൽ നിന്നാണെന്നല്ലേ, എല്ലാ ജീവികളെയും സൃഷ്ടിച്ചത് വെള്ളത്തിൽ നിന്നാണ്. ഇവരും പറയുന്നത് വെള്ളത്തിലാണ് ജീവൻ ഉണ്ടായത്. പിന്നെ അള്ളാഹു ആ ആയത്തിൻ്റെ ബാക്കി ഇങ്ങനെ, ആയത്ത് എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് ആയത്തിലിങ്ങനെ പറയുന്നത്, അതിൽ നിന്ന് ഉരകങ്ങളെയും 4 കാലിൽ നടക്കുന്ന ജീവികളെയും 2 കാലിൽ നടക്കുന്ന ജീവികളെയും അള്ളാഹു സൃഷ്ടിച്ചു എന്ന്. അപ്പോൾ പരിണാമത്തിൻ്റെ സ്റ്റെപ്പ് അങ്ങനെയാണ്. ആദ്യം റെപ്റ്റൈൽസ്, ഉരകങ്ങളുണ്ടായി, പിന്നീട് 4 കാലുള്ള ജീവികൾ, പിന്നെ അതിൽ നിന്ന് മനുഷ്യനുണ്ടായി എന്നൊക്കെയല്ല അവർ പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ വിശ്വസിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ തീർച്ചയായിട്ടും അവിശ്വസിക്കേണ്ടത് ആദം നബി അലൈഹി ഇസ്ലാമിനെ ഒരു പൂർവികനുണ്ട് എന്നുള്ള കാര്യത്തിൽ മാത്രമാണ്. ആദം നബി എന്നുള്ളത് അള്ളാഹു കളിമണ്ണിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു സൃഷ്ടിയാണ്. ഈ മനുഷ്യൻ മുഴുവനും നമുക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും, മറ്റു ജീവികളിൽ നിന്ന് മനുഷ്യന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്, ശരിയല്ലേ? അപ്പോൾ നാം ഉപയോഗിക്കുന്നത് പോലെ സങ്കീർണമായ ഭാഷ ഉപയോഗിക്കുന്ന വേറൊരു ജീവി ഇല്ല. ഇപ്പോൾ പ്രപഞ്ചത്തിന് എന്തെങ്കിലും നശിപ്പിക്കാൻ ഒരു ആറ്റം ബോംബ് ഉണ്ടാക്കാൻ മനുഷ്യനല്ലേ പറ്റുള്ളൂ. നമ്മുടെ ബുദ്ധിയും വേറെ ജീവികൾക്കില്ല. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനുഷ്യൻ അല്പം വെറൈറ്റി ആണ്, വ്യത്യസ്തനാണ് എന്ന് തോന്നുന്ന ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ അത് ഞാൻ പറയുന്നത്, ഇനി പരിണാമം സത്യമാണെന്ന് നാളെ തെളിഞ്ഞാൽ തന്നെ മനുഷ്യൻ ആ സർക്കിളിൻ്റെ പുറത്താവാനാണ് സാധ്യത. ഇനി മറ്റു ജീവികളൊക്കെ പരിണാമത്തിലൂടെ ഉണ്ടായതാണെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. ഇത് ഉണ്ടാക്കിയവൻ അള്ളാഹു ആണ്. അള്ളാഹു മുസബിബുൽ അസ്ബാബ് അല്ലേ? അള്ളാഹു ഈ ജീവികളെ ഉണ്ടാക്കാൻ പരിണാമം എന്ന ഒരു സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ കഴിവ് അത്ര. ഇനി അള്ളാഹു ഓരോ ജീവിവർഗത്തെയും സൃഷ്ടിക്കുകയാണ്, അതിൻ്റെ ആദ്യത്തെ ഇണകളെ സൃഷ്ടിക്കുകയാണ് ചെയ്തതെങ്കിലും സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന് മാത്രമേ ചെയ്യാനും കഴിയുള്ളൂ. പിന്നെ പരിണാമത്തിൽ തിരുത്തേണ്ട മറ്റൊരു ധാരണ, ഇതൊക്കെ റാൻഡമായിട്ടുണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾ അവിടെ അതിന് പകരം അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ ഉണ്ടാവുന്നു എന്ന് വിശ്വസിച്ചാൽ മതി. ഓക്കെ. ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾക്ക് ചട്ടക്കൂടുകളില്ലാതെ ജീവിക്കാൻ വേണ്ടിയല്ലേ ക്യാമ്പസുകളിൽ കൂടുതലായി നിരീശ്വരവാദം ഉയർന്നു വരുന്നത്? ഇപ്പോഴത്തെ കാലത്ത് ക്യാമ്പസിൽ മാത്രമല്ല ഇങ്ങനെ എന്താ പറയുക, അധാർമികം എന്ന് നമ്മൾ പറയുന്ന ജീവിത രീതി, ഇപ്പോൾ ലഹരി, സെക്സ്, അങ്ങനെ എന്താ പറയുക അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഒരു സ്വതന്ത്രമായ ജീവിതം ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ ക്യാമ്പസിൽ മാത്രമല്ല. കാരണം ഈ സോഷ്യൽ മീഡിയയും എല്ലാം വ്യാപകമായതോടെ ലോകത്തിൻ്റെ വിവിധ ജോലികൾ ചെയ്യുന്ന എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. എല്ലാവരും എന്നല്ല, എല്ലാ വിഭാഗത്തിലുള്ള മനുഷ്യരും വിചാരിക്കുന്നുണ്ട്. പിന്നെ ക്യാമ്പസിൽ അത് യുക്തിവാദത്തിലേക്ക് ആളുകളെ അല്ലെങ്കിൽ മതനിരാസവാദത്തിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഒരു നല്ല സ്ട്രിക്റ്റുള്ളൊരു ട്യൂഷൻ ക്ലാസ് ആണെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മുടെ അടുത്ത് 2 ട്യൂഷൻ ക്ലാസ് ഉണ്ട്. സ്ട്രിക്റ്റുള്ള ട്യൂഷൻ ക്ലാസ് ഉണ്ട്, കുറച്ച് സ്ട്രിക്റ്റ് കുറവാണ്. അവിടെ കുറച്ചൊക്കെ വായ നോക്കാൻ പറ്റും, കുറച്ചൊക്കെ തെമ്മാടിത്തരം ചെയ്യാൻ, ക്ലാസ് കട്ട് ചെയ്യാനൊക്കെ പറ്റും. നമ്മുടെ അടുത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടുന്നു ഈ ട്യൂഷന് ചേരുമെന്ന്. നമുക്ക് ഫ്രീഡം ഉണ്ട് ഏത് തിരഞ്ഞെടുക്കണമെന്ന്. സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ ഏത് തിരഞ്ഞെടുക്കാം?
ആ ഉഴപ്പാൻ പറ്റുന്നത്. കാരണം പഠിക്കാൻ എല്ലാവർക്കും പ്രയാസമാണ്, നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. മതം എന്നുള്ളത് ധാർമ്മികതയ്ക്ക് വേണ്ടി, ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി കുറേ നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന സാധനമാണ്. അപ്പോൾ ഇങ്ങനെ അതൊന്നും അനുസരിക്കാൻ പ്രയാസമുള്ള, സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ താല്പര്യമുള്ള, അധാർമിക ജീവിതത്തിന് താല്പര്യമുള്ള ആളുകൾ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് വിട്ടുപോകാനുള്ള സാധ്യത കൂടുതലാണ്. അത്രേ ഉള്ളൂ ഈ യുക്തിവാദത്തിലേക്ക് ആളുകൾ പോകുന്നത്. പിന്നെ ക്യാമ്പസിൽ എന്തുകൊണ്ട് കൂടുതലെന്ന് ചോദിച്ചാൽ, ക്യാമ്പസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ എക്സ്പോഷറുള്ള ഒരു ലോകമാണ്. എന്താ പറയുക, നമ്മൾ ഒരേ സമാന ചിന്താഗതിയുള്ള ഒരുപാട് പേരോടാണ് ജീവിതത്തിൻ്റെ ഒരുപാട് സമയം ബസ്സിലാണെങ്കിലും ക്യാമ്പസിലാണെങ്കിലും ഹോസ്റ്റലിലാണെങ്കിലും കഴിച്ചു കൂട്ടുന്നത്. അപ്പോൾ അവിടെ ഇത്തരം ചർച്ചകൾക്ക്, ഒരേ ചിന്താഗതിയുള്ള ആളുകളല്ല, അപ്പോൾ ഇത്തരം ചർച്ചകൾക്ക് സാധ്യത കൂടുതലാണ്, അങ്ങനെ ചിന്തിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ വീട്ടുകാരുടെ കൺട്രോൾ കുറവാണ്. വീട്ടുകാരെന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഒക്കെ കൺട്രോൾ നമുക്ക് മേലിൽ കുറവാണ്. നമുക്ക് കുറേ കൺസെഷൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു തെറ്റ് ചെയ്തു, ഒരാൾ വിദ്യാർത്ഥിയാണ്, ഒരാളൊരു ജോലിക്കാരനാണെങ്കിൽ വിദ്യാർത്ഥിക്ക് ചെറിയൊരു ഇളവ് കൊടുക്കും, ആ ചെറിയ കുട്ടിയല്ലേ എന്ന് പറയും. എല്ലാത്തിലും വിദ്യാർത്ഥിക്ക് ഒരു കൺസെഷൻ ഉണ്ട്. അങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് ചേരുമ്പോഴാണ് ക്യാമ്പസിൽ കൂടുതലായിട്ട് ആളുകൾ ഈ യുക്തിവാദത്തിൻ്റെ പിന്നിൽ പോകുന്നത്. അടിസ്ഥാനപരമായിട്ടുള്ളത് ഈ അധാർമികത ജീവിതത്തിൻ്റെ കൊതി തന്നെയാണ്. ഓക്കെ, ഇതൊക്കെ ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു 23 വർഷത്തെ ജീവിതത്തിലുള്ള ചെറിയ ചെറിയ പരിചയം വെച്ചിട്ടാണ്. ഇത് പൂർണ്ണമായിട്ടും ശരിയല്ല, പലതും തെറ്റായിരിക്കും. അപ്പോൾ ഇത് മാത്രമേ ശരിയുള്ളൂ എന്നൊന്നും വിചാരിക്കരുത് ആരും. ഞാൻ എൻ്റെ കാഴ്ചപ്പാട് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് വല്ലതുമൊക്കെ അറിയാൻ കഴിയുകയാണെങ്കിൽ തിരുത്തി തരണം എന്നൊരു റിക്വസ്റ്റ് കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം 40 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ക്യാമ്പസിൽ പഠിക്കുന്ന കുട്ടികൾ ആദ്യം ഈ പേജ് നിങ്ങൾ ലൈക്ക് ചെയ്യണം. എന്നിട്ട് ക്യാമ്പസ് വിങ്ങിൻ്റെ കൺവീനർ സ്വാലിഹാണ്. ക്യാമ്പസിൽ നമുക്ക് എന്തൊക്കെയാണ് ഇനിയടുത്ത് വരാൻ പോകുന്ന വർഷങ്ങളിൽ ചെയ്യാൻ കഴിയുന്നത് എന്നുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലും പ്രവർത്തനങ്ങളിലൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് ഇടപെടണം എന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. അതുപോലെ നമ്മൾ ഈ പഠിക്കുന്ന ഈ സമയത്ത് മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതിനുള്ള പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ് ക്യാമ്പസ് വിങ് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ജോലി, വിവാഹം, പ്രാരാബ്ദം എന്ന ലോകത്തേക്ക് നമ്മൾ പോകും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, ആരുടെയെങ്കിലുമൊക്കെ നന്മയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമെങ്കിൽ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാലം നമ്മൾ പഠിക്കുന്ന കാലമാണ്. അതിന് പറ്റിയ പ്ലാറ്റ്ഫോമാണ് SKSFൻ്റെ ക്യാമ്പസ് വിങ്. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ, അൽത്താഫ് അലി, മെത്തഡോളജി ഓഫ് ഇസ്ലാമിക് ലോ ഇൻ ലിസണിങ് മ്യൂസിക് ആൻഡ് ഫിലിം. ഞാനൊരു ഫത്വ പറയാനൊന്നുള്ള ആളല്ല, പക്ഷേ അടിസ്ഥാനപരമായിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളൊരു സിനിമ കാണുകയാണ്, ഒരു മ്യൂസിക് കേൾക്കുകയാണ്, നമ്മുടെ മനസ്സ് സ്വാഭാവികമായിട്ടും നമ്മളൊരു എന്താ പറയുക, അതുവരെ ഇപ്പോൾ ഒരു നിസ്കരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് തീർച്ചയായിട്ടും നഷ്ടപ്പെടും അല്ലേ. നിസ്കാരം കളാക്കാനുള്ളൊരു പ്രേരണ നമുക്കുണ്ടാവും. പിന്നെ എന്തുകൊണ്ടാണ് മ്യൂസിക്കിനെയും സിനിമയൊക്കെ എതിർക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇസ്ലാമിൽ അതിന് അടിസ്ഥാനപരമായിട്ട് യുഹല്ലുൽ ലഹുമു ത്വയ്യിബാത്തു വയുഹരിമു അലൈക്കുമുൽ ഖബാഇസു, നിങ്ങൾക്ക് എല്ലാം നല്ലതും അനുവദിച്ചു തന്നിട്ടുണ്ട്, മോശപ്പെട്ടത് മാത്രമേ വിലക്കിയിട്ടുള്ളൂ എന്നാണ് റസൂലുള്ളാഹ് നമുക്ക് പഠിപ്പിച്ചു തന്ന ആദർശം അല്ലേ. അപ്പോൾ നല്ലതാണെങ്കിൽ ഇസ്ലാം അംഗീകരിച്ച് തരണമായിരുന്നു, മ്യൂസിക് ആണെങ്കിലും ഫിലിം ആണെങ്കിലും. പക്ഷേ ഇസ്ലാമിക പണ്ഡിതന്മാർ മുഴുവനും അതിനോടൊരു വൈമുഖ്യമാണ് കാണിക്കുന്നത്. അത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ അതിൻ്റെ സയൻറ്റിഫിക്കായിട്ട് പറയുകയാണെങ്കിൽ മെസൂറോ ഇമോട്ടോ എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് ബിസിനസ്മാനാണ്. അദ്ദേഹത്തിൻ്റെ വലിയൊരു കണ്ടെത്തലുണ്ട്, ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ദ മെസ്സേജ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞിട്ട്. അതിൽ അദ്ദേഹം പറയുന്നത് സൗണ്ട് ഒരു എനർജിയാണ്, ഈ എനർജിക്ക് വാട്ടറിനെ അതിൻ്റെ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിൽ മോഡിഫിക്കേഷൻ വരുത്താൻ പറ്റും എന്നാണ്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ കൂടുതലും വാട്ടറാണ്, പ്രത്യേകിച്ച് ബ്രെയിനിലൊക്കെ ഫ്ലൂയിഡാണുള്ളത്. അപ്പോൾ മ്യൂസിക് എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം ചില ഫ്രീക്വൻസിയിലുള്ള സൗണ്ടുകളൊക്കെ നമ്മുടെ ഈ ബ്രെയിനിൽ നെഗറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് സയൻറ്റിഫിക്കായിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ. നമുക്ക് എന്താണെങ്കിലും അള്ളാഹുവിൽ നിന്ന് അകറ്റുന്നു എന്നതുകൊണ്ടാണ് മ്യൂസിക്കിനെ, അതെല്ലാം മ്യൂസിക്കിനെ, ഇപ്പോൾ നമ്മൾ ദഫൊക്കെ ഉപയോഗിക്കുന്നതിന് പ്രശ്നമില്ലല്ലോ. അപ്പോൾ ചിലത് കുഴപ്പമില്ല, ചിലത് കുഴപ്പമുണ്ട്. എല്ലാത്തിലുള്ള പോലെ സെലക്റ്റീവായിട്ടുള്ള ഒരു സ്വീകരണവും തിരസ്കരണവുമാണ് ഇവിടെയും വേണ്ടത്. ഓക്കെ, പിന്നെ സിനിമയെക്കുറിച്ച്, സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ, അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ അകലം പാലിക്കണം എന്നുള്ളത് ഇസ്ലാമിൻ്റെ മാത്രം ഒരു സംഭാവനയായിട്ടാണ് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നത്, ശരിയല്ലേ. ലോകത്ത് പരസ്പരം ഇങ്ങനെ അതിര് കടന്ന എന്താ പറയുക കൂടിക്കലരുകൾ കൊണ്ടൊക്കെ ഒരുപാട് ഫാമിലിയിൽ തന്നെ അല്ലേ, നമ്മുടെ കസിൻസുകൾ തമ്മിൽ തന്നെ അനാവശ്യമായിട്ടുള്ള ബന്ധങ്ങൾ നടക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതൊക്കെ യാഥാർത്ഥ്യമാണ്, നമുക്ക് ആർക്കും ഒഴിച്ചുവിടാൻ പറ്റില്ല. അപ്പോൾ അകലം പാലിക്കുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള
ഒരു ആദർശമാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് എന്താണ് നിങ്ങൾ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ നോക്കരുത്, കണ്ണ് ചിമ്പണം എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മളൊരു സിനിമ കാണുമ്പോൾ അവിടെ അന്യ സ്ത്രീ പുരുഷന്മാരുടെ, പ്രത്യേകിച്ച് ഇന്നത്തെ സിനിമകളിലൊക്കെ ഉള്ളത് കൂടുതലും അത്തരം രംഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ തിന്മ ഉണ്ട് എന്നതുകൊണ്ടാണ് നമ്മളതിൻ്റെ നന്മയെ കൂടി പറയാതെ പോകുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഒരു അനാവശ്യമായ ഒരു ചിത്രങ്ങളും ഇല്ലാത്ത, ഒരു സന്ദേശവും നൽകാത്ത ഫുൾ പോസിറ്റീവായ ഒരു സിനിമയാണ്, അതിനെ സ്വീകരിക്കാൻ പറ്റുമോ എന്ന കാര്യത്തിൽ പണ്ഡിത ലോകത്ത് ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. എങ്കിലും സൂക്ഷ്മതയുടെ പേരിൽ അതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് വേണ്ടത്. ഈ അടുത്ത് എൻ്റെ അടുത്തൊരു കുട്ടി ചോദിച്ചു, ഈ റസൂലുള്ളാഹിനെ കുറിച്ചിട്ടുള്ള മെസ്സേജ് എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടല്ലോ, അതുപോലെ സ്വഹാബികളെ കുറിച്ചൊക്കെ ഡോക്യുമെൻ്ററികളുണ്ട്, നമ്മളത് കാണാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഞാൻ അവനോട് പറഞ്ഞത്, കേരളത്തിൽ ജീവിക്കുന്ന സമസ്തയുടെ മദ്രസയിൽ പഠിച്ച നമുക്ക് ഉള്ള സാധനമല്ല അത്. കാരണം നമുക്കത് പഠിക്കാൻ വേറെ പ്ലാറ്റ്ഫോം ഉണ്ട്, നമുക്ക് അതിനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളത് കാണരുത് ഒരിക്കലും. അത് കണ്ടു കഴിഞ്ഞാൽ ഇത്രയുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് നമുക്ക് തോന്നും, ശരിയല്ലേ, ഇത്രയുള്ള ഉമർ റളിയല്ലാഹു അൻഹു എന്ന് നമുക്ക് തോന്നും. അവരുടെ ഔന്നിത്യം കുറയാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ യൂറോപ്പിലൊക്കെയുള്ള ഇപ്പോൾ ചില ഫാമിലിയിൽ അച്ഛൻ ഏത്യസ്റ്റ് ആയിരിക്കും, അമ്മ ക്രിസ്ത്യൻ ആയിരിക്കും, മകൻ മുസ്ലിമായിട്ടുണ്ടാവും. ഈ കുട്ടിക്ക് മദ്രസയിൽ പോകാൻ സൗകര്യമില്ല, ഓൺലി ഇൻ്റർനെറ്റ് മാത്രമേ ആക്സസിബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ വർഷങ്ങളോളം എടുത്ത് പഠിക്കാനൊന്നും പറ്റില്ല. കാരണം ചിലപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടായിരിക്കും, ജോലിയുടെ ഇടയ്ക്കായിരിക്കും ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടാവുക. അപ്പോൾ അത്തരം ആളുകൾക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് അറിവുകൾ കിട്ടും എന്ന ഒരു സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നമ്മളതിനെ എതിർക്കുന്നില്ല. പക്ഷെ നമുക്ക് വേണ്ടിയുള്ള സാധനമല്ല എന്ന് ആലോചിക്കുക. ഓക്കെ, അതിൻ്റെ പേതോടെ സാലിഹ് ഓക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ അവസാനിപ്പിക്കാൻ തോന്നുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്യാമ്പസ് വിങ്ങിൻ്റെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഭാഗവാക്കാകാൻ വേണ്ടി ശ്രമിക്കുക. ഈ ലൈവിൽ ഇതുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഇനി ഇതൊക്കെ ആരൊക്കെ കാണാൻ പോകുന്നുണ്ട് അവരോടൊക്കെയുള്ള റിക്വസ്റ്റാണ്. അനിയന്മാരുണ്ടാവും നമ്മുടെ വീട്ടിൽ, ക്യാമ്പസിൽ പഠിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവരെയൊക്കെ ക്യാമ്പസിങ്ങിനെ പരിചയപ്പെടുത്താം എന്ന്, ഇത് സമൂഹത്തിന് വേണ്ടി മുഴുവനുള്ള ഒരു നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ പ്ലാറ്റ്ഫോമാണ് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട്